ലിസൺ ക്ലോസ്ലി. ഇത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ്. എന്താണ് ഈ ഒരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്? ഒന്ന്, നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ആൻഡ് ലിസൺ ദിസ് ക്ലോസ്ലി. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ നിന്നും നിങ്ങൾക്കുള്ള മെസ്സേജ്? ഓൾറൈറ്റ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ചില സിറ്റുവേഷൻസ് ആയിട്ട്, സാഹചര്യമായിട്ട്, നിങ്ങളുടെ പ്രോബ്ലംസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഇറ്റ്സ് ലൈക്ക് എ ടീം വർക്ക്. ഓക്കെ. സോ അവിടെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളെ ചുറ്റിപ്പറ്റി സംഭവിക്കുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ട, നിങ്ങൾ ഒരുമിച്ച് ഡീൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ. സോ നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള ഭാവി അവിടെ കാണേണ്ടതായിട്ടുണ്ടാവുന്നുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ ഭാവിയിലേക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് ചിലർക്ക് ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം ഡീൽ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, കരിയർ ഗ്രോത്ത്, നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കാം. ഓൾറൈറ്റ്. ഓർ നിങ്ങളുടെ എന്തെങ്കിലും കൈൻഡ് ഓഫ് പേർപ്പസ്. കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു പ്രവൃത്തി, നിങ്ങളുടെ കർമ്മ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നതും ആ ഒരു കാര്യത്തിലായിരിക്കാം. സോ നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്ത്, നിങ്ങളുടെ കർമ്മയിൽ നിങ്ങൾ കൂടുതൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. അത് കണക്ട് ചെയ്യുന്ന ആളുകളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. അവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അവിടുന്ന് ഒരു ടീം വർക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ടീം വർക്ക് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഈവൻ നിങ്ങളുടെ കൂടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ടീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റൈറ്റ് മെസ്സേജ് തരുന്ന നിങ്ങളുടെ തന്നെ ഒരു ഗാർഡിയൻ ആയിരിക്കാം, നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് ആയിരിക്കാം, നിങ്ങൾക്കൊരു ഇൻവിസിബിൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ. ആൻഡ് സീ ലൈക്ക് നിങ്ങൾക്കൊരു ഹയർ വിഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങൾ അതാണ് കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഇപ്പം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ സൈക്കിളൊക്കെ ഓടിക്കുന്ന സമയത്ത് പറയും, സൈക്കിളിന്റെ ടയറിലേക്ക് നമ്മൾ നോക്കരുത്. അത്ര ക്ലോസ് ആയിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നേരെ നോക്കിയിട്ട്, ദൂര സ്ഥലത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പറയും, അല്ലെ? സോ ആ ഒരു സമയത്താണ് നമുക്ക് ബാലൻസ് കിട്ടുക. എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. രണ്ട് കാര്യം നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് പോകുന്നുണ്ട്. സൈക്കിളിന്റെ രണ്ട് ഹാൻഡിൽ പോലെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കണം. ആൻഡ് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലുള്ള പ്രോബ്ലംസ് അല്ല നിങ്ങൾ കാണേണ്ടത്. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളെ എന്തിലേക്കായിരിക്കാം ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം, ആ ഒരു കാര്യങ്ങള്, ആ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യം മുന്നിൽ കണ്ടിട്ട് വേണം, ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് വരാൻ, ജീവിതം ലീഡ് ചെയ്യാൻ. ഓൾറൈറ്റ്. നിങ്ങളുടെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ കൊണ്ടുപോവാ നിങ്ങൾ. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ വർക്ക് ചെയ്യുക. കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ലീഡ് ചെയ്യുന്നത് അതുപോലെയാണ്. അങ്ങനത്തെ ഒരു ദീർഘ വീക്ഷണത്തോടു കൂടി നിങ്ങൾ ലൈഫിനെ കാണാം ഈ ഒരു സമയം. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന, ഇപ്പൊ എന്താണോ നിങ്ങളുടെ മുന്നിൽ അതല്ല നിങ്ങൾക്കുള്ളത്. മുന്നോട്ട് വരുന്ന സമയത്ത് വലിയൊരു ലക്ഷ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കണം. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കണം, കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കണം, ആളുകളെ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഡിസയർ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ തന്നെ ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നെ വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. സോ ചില ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ടതാണ്, ചില ആഗ്രഹങ്ങൾ നമ്മളെ പിറകോട്ട് വലിക്കുന്നതോ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെ? സോ അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഒരു നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് എന്നുള്ളത്, അല്ലെ? സോ അത് മാത്രം ഫോക്കസ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രം ഈ ഒരു സമയം നിങ്ങളുടെ കൂടെ കൊണ്ടുപോവാം. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ടൈമോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയോ വേസ്റ്റ് ആക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, അത് നിങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിന് ഈ ഒരു സമയത്ത് വലിയൊരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കാതിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ട്, അല്ലെ? അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും വളരെ പ്ലസന്റ് ആയിട്ട് ചെയ്യാൻ, വളരെ ആക്റ്റീവ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ കഴിവുള്ളൊരു പേഴ്സൺ ഉണ്ട്. സോ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളെ പാർട്ടി ചെയ്യാൻ നിങ്ങൾക്ക് വേറൊരാളും വേണ്ട, അല്ലെ? നിങ്ങളുടെ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ. കാരണം നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടാണ്, നിങ്ങളുടെ കൂടുതലുള്ള ആളുകൾക്ക് നല്ലൊരു സുഹൃത്താണ്. സോ ആ ഒരു ഫ്രണ്ടിനാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടെ കൂട്ടേണ്ടത്. ആൻഡ് ഇത് നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇത് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ആണ്. ഓൾറൈറ്റ്. സോ നിങ്ങൾ അങ്ങനെ സന്തോഷമായിട്ട് വരിക എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങൾക്കൊരു ചലഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് ലൈഫിൽ തോന്നുന്നത്, അതിന് കൂടെ കൂട്ടി നിങ്ങൾ വരിക.
അതിൽ കണ്ട് നിങ്ങൾ പേടിക്കുകയല്ല വേണ്ടത്. അയ്യോ ഇതിനും കൊണ്ടിട്ടാണല്ലോ ഞാൻ പോകേണ്ടത് എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. അതിന് നിങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റിയെടുക്കാം. നല്ലതും മോശവും അല്ലെങ്കിൽ നല്ലതും നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും അത് മാറ്റി വെച്ച് അത് മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. റൈറ്റും റോങ്ങും നിങ്ങളുടെ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന എന്താണെന്നുണ്ടെങ്കിലും അതിനെ നിങ്ങളുടെ യാത്രയുടെ ഭാഗമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ആകെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് വരിക ആൻഡ് വലിയ ഉദ്ദേശങ്ങൾ വെക്കുക ആൻഡ് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ആൻഡ് സി എങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത് എന്നുള്ളത്. ഹയർ വിഷൻ സെറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, what you need to hear. So again it's a confirmation. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു ഹയർ വിഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ആൻഡ് ദിസ് സിറ്റുവേഷൻ ഇസ് ലീഡിങ് യു ടു ദാറ്റ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു മേജർ സിറ്റുവേഷനിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. മേജർ റോള് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മേജർ ആക്ഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് വളരെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു വലിയൊരു ലക്ഷ്യമായിരിക്കാം ഇത്. നിങ്ങളുടെ ലൈഫിന്റെ പല സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അത് ചില ആളുകൾക്ക് അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു എയിം ആയിരിക്കാം. ഓക്കെ, നിങ്ങളിൽ മാത്രമായിട്ട് കണ്ടിട്ടുള്ള ഒരു ലക്ഷ്യമായിരിക്കാം. നിങ്ങൾ ചെയ്യണം, നിങ്ങൾ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. സോ എന്താണോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഒരു ഹെഡ് ഏക്ക് ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ മേ ബി ഉണ്ടായിരിക്കാം. എസ്പെഷ്യലി ആളുകൾ. ഓക്കെ, നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ, നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചില മെസ്സേജ് ആയിരിക്കാം. അത് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാനും സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരു ആക്ഷനും എടുക്കാത്ത സമയത്ത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ചില വാക്കുകൾ നിങ്ങളെ തന്നെ ഒരുപാട് വെറുതെ ഇരിക്കാൻ സമ്മതിപ്പിക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെ? സോ നിങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കാം. നിങ്ങൾക്ക് വെറുതെ ഇരിക്കണം എന്നുണ്ടായിരിക്കണം, പക്ഷേ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ തന്നെ നിങ്ങളെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് ആളുകൾ കൊണ്ടോ നിങ്ങളുടെ സിറ്റുവേഷൻസ് കൊണ്ടോ എന്തെങ്കിലും ഒരു ഹെഡ് ഏക്ക് പോലെ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വലിയൊരു പ്രഷർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുക. നിങ്ങൾ കഴിഞ്ഞു വന്നിട്ടുള്ള ആ ഒരു പാത്തിലേക്ക് നിങ്ങൾ നോക്കുക. ഇതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെ? ഇതിലും വലിയ സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്തു വന്നിട്ടുണ്ടായിരിക്കാം. അവിടെ നിങ്ങളുടെ ലൈഫ് തന്നെ ത്രെട്ടൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ ഫിസിക്കലി മെന്റലി ഒക്കെ ഹേർട്ട് ആവുന്ന, നിങ്ങളുടെ ഫിസിക്കലി മെന്റലി ഒക്കെ ബാധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓവർകം ചെയ്തു വന്നിട്ടുള്ള ആളുകളാണ്. ഓൾറൈറ്റ്, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രഷർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടില്ല എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളും പോയിട്ടുള്ള കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡന്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ലീഡ് ചെയ്യുന്നത് അറിവോട് കൂടിയിട്ടാണ്. ഓക്കെ, സോ ലൈഫ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തൊക്കെയാണോ കണക്ട് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു അറിവാണ്. ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് ഐഡിയാസ് ആണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ആക്ഷൻ ആണ്. ഓക്കെ, പല ആക്ഷൻസും പല കാര്യങ്ങളും നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, പഠന സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം. നിങ്ങൾക്ക് തോന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഫെയിൽ ആയിട്ടുണ്ടായിരിക്കാം. ചില ആളുകൾ എക്സാംസ് ആയിരിക്കാം, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കാം, കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിരിക്കാം. സോ എക്സാമിനെ പറ്റി പേടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു എയിം ഉണ്ടായിരിക്കാം. എയിമിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എഴുതേണ്ട എക്സാം ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഗവൺമെന്റ് ജോബിൽ നോക്കുന്ന സമയത്ത് നിങ്ങളൊരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അതാണ് നിങ്ങളുടെ എയിം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബാണ് നിങ്ങളുടെ എയിം. അതിന്റെ ഭാഗമായിട്ട് അതിലേക്കുള്ള സ്റ്റെപ്പാണ് അത്. അതിൽ കൂടെ നിങ്ങൾ എഴുതേണ്ട എക്സാംസ് ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾ പാസ് ആവേണ്ട ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും, അല്ലെ? സോ നിങ്ങൾ എപ്പോഴും ആ ഒരു ഡിറ്റർമിനേഷൻ വെക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും ആ ഒരു ലക്ഷ്യം വെക്കേണ്ടത്, കോൺഫിഡന്റ് ആയിട്ടിരിക്കേണ്ടത് നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അതിലേക്ക്
അതിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അടിക്കില്ല. ഇതിലെന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ അത് വലിയ സീരിയസ് ആക്കി എടുക്കില്ല. നിങ്ങൾ വീണ്ടും അത് ശ്രമിക്കും. കാരണം നിങ്ങൾക്കുള്ള ഒരു വലിയ ലക്ഷ്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളൊരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് പോകേണ്ടതായിരിക്കാം, റീലൊക്കേഷൻ ആയിരിക്കാം, മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ വേറെ കൺട്രിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ, എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ കണക്ട് ചെയ്യാന്ന് മാത്രമല്ല, നിങ്ങളത് അച്ചീവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരും. ഓൾറൈറ്റ്. സോ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്നത്? നിങ്ങൾ ഓൾറെഡി അത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓൾറെഡി അത് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ഇടയിൽ ഈ ഒരു സമയത്ത് സംഭവിക്കുന്ന കാര്യത്തിൽ ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഇപ്പൊ എക്സാം എഴുതുന്നുണ്ടായിരിക്കാം, നിങ്ങൾ മേ ബി ഫെയിൽ ആയിട്ടുണ്ടായിരിക്കണം. ഫെയിൽ ആവുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് പിറകോട്ട് നോക്കുക. നിങ്ങൾ പാസ്സായിട്ടുള്ള എത്രയോ ടെസ്റ്റ് വേറെ ഉണ്ടായിരിക്കാം, അല്ലെ? പാസ് ആവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരുപാട് ടെസ്റ്റ് ഉണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് വേറെ എന്ത് എക്സാം എഴുതുന്ന സമയത്തും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കോൺഫിഡൻസ് തരുന്ന പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്, അത് മാത്രം നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് തരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതിനിടയിൽ സംഭവിക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും സീറോ റെസ്പോൺസ് കൊടുക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നിങ്ങൾ മേലോട്ട് നോക്കുക, നിങ്ങളൊരു ഹയർ ലെവലിലേക്ക് നിങ്ങൾ നോക്കുക, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക. നിങ്ങൾ ആ ഒരു എനർജറ്റിക്കലി കണക്ട് ചെയ്യുക ആൻഡ് മുന്നോട്ട് വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ അത് കണക്ട് ചെയ്യാണ്. ഓക്കെ? അത് നിങ്ങളുടെ ലക്ഷ്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഈ ഒരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ? നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ടയറിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഴേയുള്ളൂ, നമുക്ക് ബാലൻസ് കിട്ടില്ല. നമ്മൾ ടയറിലേക്ക് നോക്കി വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇൻസ്റ്റീഡ് നമ്മൾ ദൂരത്തേക്ക് നോക്കുക, നമ്മളൊരു ലക്ഷ്യം കാണുക. ആ ഒരു ലക്ഷ്യത്തിലേക്ക് മുൻനിർത്തി സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ഉണ്ടാവും. ആൻഡ് ഈ ഒരു സെയിം കാര്യം നിങ്ങളുടെ ലൈഫിന്റെ എന്ത് സിറ്റുവേഷനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ? അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും, ഫിക്സ് ചെയ്യാൻ സാധിക്കും, കണക്ട് ചെയ്യാൻ സാധിക്കും. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.